ഞാൻ പറയുകയാണെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് സെൽഫ് മെയ്ഡ് മാത്രമാണ്. സെൽഫ് മെയ്ഡ് അല്ലാത്ത ഒന്നും ഓണ്ടർപ്രണർഷിപ്പ് അല്ല. ബാക്കിയെല്ലാം നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പലരും ജീവിക്കുന്ന പല കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇല്ലാതെ, നമ്മുടേതായിട്ടുള്ള ഇൻപുട്ട് ഇല്ലാതെ നമ്മൾ അനുകരിക്കുന്നു എന്ന് പറയുന്നത് ഓണ്ടർപ്രണർഷിപ്പ് അല്ല. കാരണം പല ബിസിനസ്സുകളും നമ്മുടെ ഒരു കട്ട് ആൻഡ് പേസ്റ്റ് പോലെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കട്ട് ആൻഡ് പേസ്റ്റ് ആയിട്ട് ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതൊരിക്കലും ഓണ്ടർപ്രണർഷിപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ബിസിനസ്സാണ്. അവർ ഒരു ബിസിനസ് ചെയ്യുന്നു, പക്ഷെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തന രീതികളിൽ ഒരു വൈവിധ്യം കൊണ്ടുവരികയും പലപ്പോഴും വളരെ സെൽഫ് മെയ്ഡായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സംരംഭകരാണ് യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് മാത്രമാണ് നമ്മളൊരു ഫൗണ്ടർ എന്നുള്ള പദം യോജിക്കുക. പിന്നെ ഈ ഫൗണ്ടർ എന്ന് പറയുന്നത് പലപ്പോഴും എടുത്ത് പ്രയോഗിക്കുമ്പോൾ പല ആൾക്കാരും പറയുന്നത് ഫൗണ്ടർ ഓഫ് എ സർട്ടൻ ബിസിനസ്. പക്ഷേ ആക്ച്വലി നമ്മളൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ലല്ലോ ഫൗണ്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒരു യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഒരു ഫൗണ്ടർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനൊരു പേര് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ സംരംഭത്തിന് പേര് വരും, പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു കോപ്പി പേസ്റ്റ് സംരംഭമായിരിക്കില്ല. ആ സംരംഭത്തിന് അതിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവും. അത്തരം ഒരു വ്യക്തിത്വമുള്ള സംരംഭങ്ങൾ കണ്ടെത്തുന്ന ആൾക്കാരാണ് യഥാർത്ഥ സംരംഭകർ.